ഒരു മാസത്തേക്ക് ചായ കൂടി ഒന്ന് നിർത്തിയാൽ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നറിയണ്ടേ? നമുക്ക് നോക്കാം. ചായ ഒഴിവാക്കി തുടങ്ങുന്ന ആദ്യ ആഴ്ചയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ചായയ്ക്ക് അടിമയായവരിൽ ക്ഷീണം, അലസത, ഉറക്കക്കുറവ്, കടുത്ത തലവേദന, കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാകാം. കഫീൻ്റെ സാന്നിധ്യം നിലയ്ക്കുന്നതോടെ അഡിനോസിൻ എന്ന രാസവസ്തു കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ ക്ഷീണത്തിന് കാരണം. എന്നാൽ പരിഭ്രമിക്കേണ്ടതില്ല. ഈ അസ്വസ്ഥതകൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കൂ. ചായ ഇല്ലാത്ത അവസ്ഥയുമായി ശരീരം പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തന്നെ മാറാവുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഊർജ്ജസ്വലതയും ശരീരത്തിൻ്റെ വേഗതയും സ്ഥിരതയും കൈവരിക്കാൻ ശരീരം കുറച്ചുകൂടെ പ്രാപ്തമാകും. തുടക്കത്തിലുണ്ടായിരുന്ന തലവേദന ക്രമേണ കുറയുകയും ശരീരം പുതിയ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ച അഡിനോസിൻ ഉൽപ്പാദനം നിയന്ത്രണ വിധേയമാകുന്നതോടെ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം ഗണ്യമായി മെച്ചപ്പെടുകയും നിങ്ങൾക്ക് ഉന്മേഷം അനുഭവപ്പെടുകയും ചെയ്യും. മൂന്നാം ആഴ്ചയിൽ ചായയിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻസ് എന്ന രാസവസ്തുവാണ് പലപ്പോഴും അസിഡിറ്റി, ഗ്യാസ്, നെഞ്ചരിച്ചിൽ തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത്തരം അസ്വസ്ഥതകളിൽ നിന്നും ശരീരം പൂർണ്ണമായും മെച്ചപ്പെടും. ചായയുടെ അമിത ഉപയോഗം തടസ്സപ്പെടുത്തിയിരുന്ന ഇരുമ്പിന്റെ ആഗിരണം വർദ്ധിക്കുകയും വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും. പല്ലുകളിലെ കറയും ഇനാമലിനുണ്ടാകുന്ന കേടുപാടുകളും മാറി പല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതും ഈ ഘട്ടത്തിൽ കാണാനാകും. നാലാം ആഴ്ചയിൽ ഏകദേശം 1 മാസം തികയുന്നതോടെ ചായയുടെ സ്വാധീനം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതായി തുടങ്ങുന്നു. കഫീൻ്റെ സാന്നിധ്യം മാറുന്നതോടെ ശരീരം കൂടുതൽ ജലാംശം നിലനിർത്താൻ പ്രാപ്തമാകും. ഇതിൻ്റെ ഫലമായി ചർമ്മം വരണ്ടുപോകുന്നത് തടയുകയും ചർമ്മത്തിൽ കൂടുതൽ തിളക്കം ലഭിക്കുകയും ചെയ്യും. കൂടാതെ മൂത്രവിസർജനം സ്വാഭാവിക രീതിയിലാകുന്നതോടെ ശരീരത്തിലെ വിഷാംശങ്ങൾ ഫലപ്രദമായി പുറന്തള്ളപ്പെടുകയും നിങ്ങൾ അതീവ ഉന്മേഷവാന്മാരായി മാറുകയും ചെയ്യും.